നമസ്കാരം, ഡോക്ടർ അൽഫീനയാണ്. വീണ്ടും ഒരു തൈറോയ്ഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും തൈറോയ്ഡ് പ്രശ്നങ്ങളെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓരോ പേഷ്യൻസും വ്യത്യസ്തരാണ്. ചില പ്രത്യേക അനുഭവങ്ങൾ വരുമ്പോൾ അതിന് സമാനമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അത് റിലേറ്റ് ചെയ്യാനായിട്ട് കഴിയട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തൈറോയ്ഡ് രോഗിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ ചുറ്റുമുള്ളവർക്ക് നോക്കുമ്പോൾ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നത്തില്ല. പ്രത്യേകിച്ച് അവർ ഗുളിക കഴിച്ച് TSH നോർമലാക്കി വെക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണെങ്കിൽ ആർക്കും ഇവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകത്തില്ല. കാരണം അവർ നല്ല ഉരുണ്ട് തൊടുത്തിരിക്കുന്നു, അവരെ കണ്ടാൽ യാതൊരു ക്ഷീണവും ബുദ്ധിമുട്ടും ഒന്നും പറയത്തില്ല. അതുകൊണ്ട് തന്നെ അവർ വയ്യ, മടി തോന്നുന്നു, ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, വേദനകൾ എന്നൊക്കെ പറയുമ്പോൾ ആരും അത് മനസ്സിലാക്കത്തില്ല. ഇനി ഈ TSH നോർമലായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിന്റെ TSH നോർമൽ ആണല്ലോ, 2-നും 4-നും ഇടയ്ക്ക് ഇരിക്കുന്നത്, പിന്നെ എന്നാ കുഴപ്പം, ഒക്കെ നിന്റെ തോന്നലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്യാട്രിക് പ്രോബ്ലം ആയിരിക്കും, ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടു, അങ്ങനെയുള്ള അഡ്വൈസസ് ആണ് പലപ്പോഴും ഇവർക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ജീവിതകാലം മുഴുവനും മരിക്കുന്നവരെ ഗുളികയും കഴിക്കാം, മരിക്കുന്നവരെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് അവരെത്തപ്പെടുക. ഇനി മറ്റൊരു പ്രശ്നം തൈറോയ്ഡ് രോഗികൾ അനുഭവിക്കുന്നത് ബോഡി ഷേമിംഗ് ആണ്. ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർക്ക് അമിതമായിട്ട് വണ്ണം കൂടുന്നു, ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവർ മെലിഞ്ഞ് ഉണങ്ങി പോകും. പലപ്പോഴും പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയിഡ് രോഗികൾക്ക് അവരുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നുള്ള പരിഹാസവും കളിയാക്കലും ഒക്കെ അവർക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ മാക്സിമം ഫുഡ് കുറച്ച് പച്ചവെള്ളം കുടിച്ചു പോലുമാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ അടുത്തിടയ്ക്ക് ഒരു സെലിബ്രിറ്റിയുടെ അനുഭവം കേട്ടു അല്ലേ, ഹൈപ്പോ തൈറോയിഡിസം മൂലം വണ്ണം കൂടുന്നതുകൊണ്ട് അവർ പച്ചവെള്ളം വെള്ളം കുടിച്ചാണ് വിശപ്പ് അടക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ആ ഒരു ദുരനുഭവ കഥകൾ നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ ഈ ആളുകൾ വണ്ണം കൂടുന്നത്, പ്രത്യേകിച്ച് ഇവർക്ക് വണ്ണം കൂടുന്നത് ഇവർ ഫുഡ് കഴിച്ചിട്ട് വണ്ണം കൂടുന്നതല്ല. അപ്പം അതുകൊണ്ട് ഈ ബോഡി ഷെയ്മിങ്ങും ഇവരെ മാനസികമായിട്ട് വല്ലാതെ തളർത്തുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും കണ്ണാടി നോക്കിയിട്ടാണ് പുറത്തിറങ്ങുന്നത് അല്ലേ. നമ്മൾ ഒരു കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഇവർക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ളവരുടെ കുത്തുവാക്കലുകളും പരിഹാസവും കൂടെ കേൾക്കുമ്പോൾ ഇവരെ അത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർത്തി കളയും, ഡിപ്രഷനിലേക്ക് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വണ്ണം കുറച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വളരെ ശരീരത്തിന് ദോഷം ചെയ്യുന്ന പല കാര്യങ്ങളിലേക്ക് അവർ പോകും. അപ്പൊ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഓരോ തൈറോയ്ഡ് രോഗി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ രോഗികൾക്കും അവരുടേതായ വ്യത്യസ്തതരം അനുഭവങ്ങളാണുള്ളത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കാണുമ്പോഴാണ് ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് അറിയില്ല. എല്ലാ പേഷ്യൻസിൻ്റെയും വീഡിയോ എടുക്കാൻ പോയാൽ അതേ സമയം ഉണ്ടാവും. അപ്പം നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെക്യുലർ ആയിട്ടുള്ള ചില പ്രത്യേകതകളൊക്കെ തോന്നുന്ന കേസുകളാണ് വീഡിയോ ആയിട്ട് ഇന്റർവ്യൂ ആയിട്ട് ഇടാറുള്ളത്. അപ്പോൾ ഈ ബോഡി ഷേമിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്ത്, അടുത്തിടയ്ക്ക് നമ്മുടെ അടുത്ത് വന്നൊരു പേഷ്യന്റ് അവരുടെ അനുഭവം പറഞ്ഞു. അവർക്ക് 100 കിലോയിലധികം വണ്ണമുണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ആണ്, 25 കൊല്ലത്തിലധികമായിട്ട് അവർ ഗുളികയൊക്കെ കഴിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം, ഡോക്ടറെ ഞാൻ കല്യാണങ്ങൾക്ക് പോലും പോകുന്നില്ലായിരുന്നു, എനിക്ക് ഒരു ഫംഗ്ഷനും പോകാൻ പറ്റത്തില്ല, ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ കളിയാക്കും, ചേച്ചിയെ ബിരിയാണി മുഴുവൻ തീർത്തേക്കരുത്, ഞങ്ങൾക്കും കൂടെ കഴിക്കാൻ വേണം. അപ്പം അങ്ങനെയാണ് ആളുകൾ അവരെ കാണുന്നത്. അവരിത് മുഴുവനും തിന്നിട്ടാണ് ഈ 100 കിലോ വണ്ണം വെച്ചതെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്, മറ്റുള്ളവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇത് കേൾക്കുമ്പോൾ അവരുടെ ഉണ്ടായ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഒന്നാമത് തൈറോയ്ഡ് രോഗികൾക്ക് അവരുടെ മനസ്സിന് തീരെ ബലമില്ല. വളരെ ചെറിയ നിസ്സാരം കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അവർക്കത് സഹിച്ചു നിൽക്കാനുള്ള ശക്തിയില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെയുള്ള കുത്തുവാക്കുകളും കൂടി പറയുമ്പോൾ അത് അവരെ മാനസികമായിട്ട് വളരെയധികം ഡിപ്രഷനിലേക്ക് ആറ്റിക്കളയും. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ, ഇങ്ങനെയുള്ള രോഗികളെ നമുക്കറിയില്ല അവർക്ക് രോഗം കൊണ്ടാണോ വണ്ണം വെച്ചതെന്നല്ലേ. അപ്പോൾ അവരോട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, എന്ത് പറ്റി ഇങ്ങനെ വണ്ണം കൂടുന്നുണ്ടല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അങ്ങനെ ചോദിക്കുവാണെങ്കിൽ അവർക്കതൊരു ആശ്വാസമായിട്ട് തോന്നും. പകരം നല്ല തീറ്റയാണല്ലേ, നല്ല കൊഴുത്തിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുവാണെങ്കിൽ അവിടെ അവരുടെ ശരിക്കും പലരും ജീവിതം തന്നെ തീർന്നു എന്ന മട്ടിലാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്ത് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം ഇപ്പം നമ്മുടെ കൂടെ ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള ദുരനുഭവങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. ഈ പറഞ്ഞ പോലെ കാരണം എന്താണെന്നും അവർക്കും അറിയില്ലായിരുന്നു. ബുദ്ധിമുട്ടുകളുണ്ട്, പക്ഷെ പുറകിലുള്ള കാരണം അറിയില്ലായിരുന്നു. അപ്പം നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടിയ ഒരു പേഷ്യൻ്റാണ്, കാരണം എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് അവർ ഫോളോ ചെയ്തു. അപ്പം നമുക്ക് അവരുടെ അനുഭവം ഒന്ന് കേട്ടിട്ട് വരാം. പേരെന്താ? അർഷീന, തലശ്ശേരി നിന്നാണ് വരുന്നത്. എന്തൊക്കെയായിരുന്നു ബുദ്ധിമുട്ടുകൾ? എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു, വണ്ണം വെക്ക, പിന്നെ വിശപ്പിന്റെ ഉറക്ക ക്ഷീണം, പിന്നെ ഒന്നും ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല, മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
വേദനകളും. എവിടേക്കാ വേദനകൾ ഉണ്ടായിരുന്നു? വേദന ഒന്ന് കൈവേദനയായിരുന്നു, പിന്നെ മുട്ടുവേദന, സ്റ്റെപ്പൊന്നും കയറാൻ പറ്റൂലായിരുന്നു, കിതപ്പായിരുന്നു എപ്പോഴും. ഞാൻ വിചാരിച്ചു എനിക്ക് വേറെ എന്തോ മാരകാസുഖമൊക്കെ ഉണ്ട്. എപ്പോഴും കിതപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോ പിന്നെ ഒരു ഹേർട്ട് ഇടിപ്പിലൊരു ഇതുപോലെയൊക്കെ തോന്നി. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. തൈറോയിഡ് ആണെന്ന് ഉറപ്പില്ലായിരുന്നു. ഞാൻ മുന്നേ +2 ഒക്കെ കഴിഞ്ഞപ്പോ ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ട് കാണിച്ചപ്പോ TSH ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ചെയ്തതാ. പിന്നെ അവര് ഡെയിലി മരുന്ന് നിർത്താൻ പറയുന്നില്ല, എപ്പോഴും കുടിക്കണം. പിന്നെ മാറ്റമൊന്നുമില്ല, ഡെയിലി ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കണം ഗുളിക. ഞാൻ വെച്ചത് കുറച്ച് കഴിഞ്ഞാൽ നിർത്താൻ പറയുന്നു. ഇത് കാലാകാലം നമ്മൾ യൂസ് ചെയ്യണം. പിന്നെ മാരേജ് കഴിഞ്ഞപ്പോ ഹസ്ബൻഡിന്റെ നാട്ടില് ഞാനൊരു ഹോമിയോ ട്രീറ്റ്മെന്റ് ചെയ്തു. അവര് എന്നോട് പറഞ്ഞു പറയുന്നവരെ മരുന്ന് കഴിക്കാം, പിന്നെ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ എനിക്ക് ആ ഒരു മാറ്റമൊന്നും തോന്നിയില്ല. മാറിയെന്നാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചത്. പക്ഷെങ്കിൽ ഇതൊക്കെ പിന്നെ എനിക്ക് സ്ഥിരം ഉള്ളതാന്ന് വിചാരിച്ചു. ഈ ക്ഷീണവും കാര്യങ്ങളൊക്കെ അതൊരിക്കലും പോവില്ല, അങ്ങനെ വിചാരിച്ചത്. ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ? ഞാന് അന്നേരം അത് ചെയ്യുന്നില്ല. ഇപ്പൊ 1.5 വർഷമായിട്ട് മലബാർ ഗോൾഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്, തലശ്ശേരി. എനിക്ക് അവിടെ സ്റ്റെപ്പ് കയറണമല്ലോ, സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വണ്ണം കൂടിയപ്പോ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറവിയൊക്കെ ഉണ്ട്. അപ്പൊ ജ്വല്ലറി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നല്ല ഓർമ്മശക്തിയും നമ്മള് ശ്രദ്ധയൊക്കെ വേണമല്ലോ. ഇടക്കിടക്ക് മറവിയൊക്കെ വന്നിട്ട് എനിക്ക് അവിടുന്ന് വഴക്ക് കിട്ടാറൊക്കെ ഉണ്ട്. അപ്പൊ അത് ഞാൻ വിചാരിച്ച എന്റെ ഇതുകൊണ്ടാണെന്നാ. പക്ഷെ ഈ ഒരു രോഗം കൊണ്ടാണ് എനിക്ക് മറവിയും കാര്യങ്ങളും. എനിക്ക് ഇപ്പൊ ഭയങ്കര ദേഷ്യമായിരുന്നു, എപ്പോഴും എന്ത് പറഞ്ഞാലും ദേഷ്യമായിരുന്നു. പിന്നെ ഒരു പണിയും എടുക്കൂല, പണിയെടുക്കാൻ പറയുമ്പോൾ ദേഷ്യം. പിന്നെ എപ്പോഴും ഉറക്കം, പിന്നെ എപ്പോഴും നീര് വെച്ചിട്ട്, പിന്നെ ഇപ്പം തന്നെ കണ്ടില്ലേ നല്ല വണ്ണം വെച്ചിട്ട്. അങ്ങനെ നമുക്കൊരു ആള് പറഞ്ഞു തന്നിട്ട് ഇങ്ങനെയുണ്ട്. വീടിനടുത്ത് കലേശേട്ടൻ എന്ന് പറയുന്ന ഒരാളാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ വന്നിപ്പോ നമ്മുടെ 2 മാസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇത്രയും നാളും ഈ മാറില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്ക് വേദനക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ ജോലി സ്ഥലത്ത് നല്ല ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് ഒരുവിധം. എനിക്കിപ്പോ വഴക്ക് കേൾക്കല് കുറവാ, അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുമായിരുന്നു. പറയട്ടെ, പുറത്തുനിന്ന് ഒരാള് നോക്കുമ്പോ അല്ലേ മാറ്റം എന്ന് പറയുമ്പോ ഇപ്പോൾ വണ്ണം കുറഞ്ഞ്, തൂക്കം കുറഞ്ഞ്. എത്ര കിലോ കുറഞ്ഞു? 10 കിലോ കുറഞ്ഞു. തൂക്കം കുറഞ്ഞു. പിന്നെ ആദ്യമൊന്നും ഉറക്കം തെളിയില്ല, ഇപ്പം പിന്നെ ഉറക്കം എല്ലാം തെളിയുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരു ദേഷ്യമൊന്നുമില്ല. ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ നല്ല കാരണം എന്താ വെച്ചാൽ ഒക്കെയുള്ള രോഗം മാറണം. ഇതിൽ ഈ പിന്നെ തൈറോയ്ഡ് അല്ലാതെ വേറൊരു അസുഖം ഇവൾക്കില്ല. നമ്മൾ ചെക്ക് ചെയ്ത് അന്നേരം തുടങ്ങിയത്. ഇപ്പം പിന്നെ നമുക്കൊരു സമാധാനം. അങ്ങനത്തെ ഒന്നും വേദന ഒന്നും പറയണ്ട. മറ്റു രാവിലെ എണീച്ചതെല്ലാം കൊയഞ്ഞാടിയിട്ട് അവിടെ വേദന, ഇവിടെ വേദന, കാല് വേദന, നീര്, ഇങ്ങനത്തെ എല്ലാം പറയുന്നു. അപ്പൊ അതൊന്നും പറയുന്നത് കേൾക്കുന്നില്ല, പറയുന്നില്ല. ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകളോ? ഇല്ല. നല്ല ആക്റ്റീവായി. അവിടുന്ന് എത്രയും ദൂരം കഷ്ടപ്പെട്ടു വന്നു? അവിടുന്ന് എപ്പോഴോ ക്ഷീണായിട്ട് വീട്ടിൽ പോവായിരുന്നു. ഇടക്കിടക്ക് ഞാൻ ക്ഷീണിച്ചിട്ട് എനിക്ക് വീട്ടിലൊക്കെ പോവല. ഇപ്പൊ ആകെ മാറ്റമുണ്ട്. ഞാൻ വിചാരിച്ച ജോലി പോകുന്നു, കാരണം എപ്പോഴും ഇവിടെ ഇങ്ങനെ തിരിച്ചു വരുന്നത്. അവര് ഇവിടെ കൂട്ടി ഡോക്ടറെ അടുത്ത് പോക്കും. പിന്നെ നമ്മളെ അടുത്ത് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അവിടെ പോകും, അഡ്മിറ്റ് ആക്കലും. പിന്നെ എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നല്ല ഡോക്ടറെ കാണിച്ചിട്ട് ചെക്കപ്പ് ചെയ്തിട്ട് എന്താണ് അസുഖം നോക്കണം. അതുകൊണ്ട് പൂർണ്ണമായി മാറിയിട്ട് വന്നാൽ മതി എന്നിട്ട് ഞാൻ 1 മാസത്തോളം ലീവായിരുന്നു. വന്നതിന് മാത്രം മാറ്റമുണ്ട്, നമുക്ക് വിശ്വാസമുണ്ട്. ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നത് നന്നായോ? 2 മാസം കൊണ്ട് 10 കിലോ കുറയുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. വെയിറ്റ് മാത്രമല്ലല്ലോ, ബുദ്ധിമുട്ടുകളും കൂടെ അല്ലേ? അല്ല, വെയിറ്റ് കുറഞ്ഞ തന്നെ എനിക്ക് അത്ഭുതമാണ്. അപ്പൊ സന്തോഷം, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി. എന്നെ തടിച്ചെന്ന് വിളിച്ച് എല്ലാരും കളിയാക്കോ? അത് ശരി. നമ്മുടെ കഴിച്ചിട്ട് വണ്ണം കൂടുന്നല്ലോ, അത് ആളുകൾക്ക് അറിയില്ലല്ലോ. ഒട്ടുമിക്ക വണ്ണം എന്നുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒന്നെങ്കിലും ഒരു ഹോർമോണൽ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസ് ഉണ്ടാവും. പക്ഷെ ആളുകൾ അത് മനസ്സിലാക്കുന്നില്ല. ആളുകളുടെ വിചാരം ഇതെല്ലാം തിന്നിട്ടും ഉണ്ടാകുന്ന ഒരു 90% നീർക്കെട്ടായിരിക്കും, ശരീരം വീർത്തിരിക്കുന്നതിനൊരു കാരണമേ. വണ്ണം വെച്ചാലും കുഴപ്പമാണ്, മെലിഞ്ഞാലും പ്രശ്നമാണ്.
ആളുകൾക്കെല്ലാം പ്രശ്നമാണ്, നമുക്കെല്ലാം നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയും. അപ്പൊ ഇന്ന് മെയ് 25 ലോക തൈറോയിഡ് ദിനമാണ്. ഇന്നേ ദിവസം നമ്മളൊരു തൈറോയിഡ് വീഡിയോ ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ? കാരണം ഇത്രയധികം തൈറോയിഡ് രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർ എന്ന നിലയിൽ ഒരുപാട് വീഡിയോസ്, ഇപ്പൊ തൈറോയിഡിനൊരു പ്രത്യേകിച്ച് ഒരു അവയർനെസ് തരേണ്ട ആവശ്യമില്ല, കാരണം അത്രയധികം വീഡിയോസും പേഷ്യൻ്റ് ഇന്റർവ്യൂസും എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അപ്പം ഈ ഒരു അസുഖം പ്രത്യേകിച്ച് മറ്റ് അസുഖങ്ങൾ പോലെയല്ല. മറ്റ് അസുഖങ്ങളൊക്കെ ചികിത്സിക്കുമ്പോൾ നമുക്ക് അതിന്റെ വ്യത്യാസങ്ങൾ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ഇതിന് ലഭിക്കുന്ന ചികിത്സയ്ക്ക് വലിയ കാര്യമായിട്ടുള്ള ഗുണമൊന്നും ശരീരത്തിന് കിട്ടുന്നില്ല. ആകെ ലഭിക്കുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് PSH ലെവൽ നോർമലാക്കി വെക്കുക. അതങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ രോഗിയെ സംബന്ധിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ കൂടുന്നതേ ഉള്ളൂ. അതൊന്നും ആരും മനസ്സിലാക്കുന്നുമില്ല. ആ പ്രശ്നങ്ങൾക്കൊന്നും ഒരു മാറ്റവും സംഭവിക്കുന്നുമില്ല. അതാണ് യാഥാർത്ഥ്യത്തിലുള്ള കാര്യം. അപ്പൊ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് തൈറോയിഡിനെ പറ്റി ഒരു അവയർനെസ് വീഡിയോ തരിക അല്ലേ? ശരിക്കും തൈറോയിഡ് രോഗങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയുള്ള ആളുകളാണ് ഇത് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഇതിനു മുമ്പ് പല പല വീഡിയോകളിലും ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ പഴയ വീഡിയോസ് ഒക്കെ ഒന്ന് കയറി കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് പല തരത്തിലുള്ള ചികിത്സകൾ ലഭ്യമാണ്. ഒരുപാട് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഇപ്പം വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ലഭിക്കുന്ന ചികിത്സ ശരിയായ ചികിത്സയാണോ അല്ലയോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി നിങ്ങളുടെ തന്നെ ശരീരത്തിലേക്ക് നോക്കുക. നിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ കുറവുന്നുണ്ടോ? പ്രത്യേകിച്ച് ഹൈപ്പോതൈറോയിഡ് രോഗികൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നോക്കേണ്ടത്? നിങ്ങളുടെ നീർക്കെട്ടുകൾ കുറയുന്നുണ്ടോ? ക്ഷീണം മാറുന്നുണ്ടോ? വെയിറ്റ് കുറയുന്നുണ്ടോ? വേദനകൾ കുറയുന്നുണ്ടോ? നല്ല ആക്റ്റീവ് ആവാൻ പറ്റുന്നുണ്ടോ? പകല് മുഴുവൻ ഇങ്ങനെ ഉറക്കം തൂങ്ങിയാലിരിക്കുന്നത്, അതിനൊക്കെ ഒരു മാറ്റങ്ങളുണ്ടോ? നല്ല ഊർജ്ജസ്വലതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? രാവിലെ മടി കൂടാതെ എണീക്കാൻ പറ്റുന്നുണ്ടോ? വേദനയും തരിപ്പും ഒന്നും ഇല്ലാതെ ഓടിച്ചാടി നടക്കാൻ പറ്റുന്നുണ്ടോ? മനസ്സിന് ഒരു ബ്രെയിൻ ഫോഗ് ഉണ്ടായിരിക്കും തൈറോയിഡ് രോഗികൾക്ക്. അപ്പൊ ആ ഒരു മന്ദിപ്പ് എന്ന് പറയും, ആ മന്ദിപ്പൊക്കെ ഒന്ന് മാറി മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആയി ഒന്ന് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നിങ്ങൾ ചികിത്സ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ശരിയായ ചികിത്സയിലാണ്. അങ്ങനെയല്ല, ആകെ DSH മാത്രമേ നോർമലായിട്ട് നിൽക്കുന്നുള്ളൂ, ബാക്കി ഒരു ബുദ്ധിമുട്ടുകൾക്ക് മാറ്റം വരുന്നില്ല, മറ്റ് അനുബന്ധ രോഗങ്ങൾ 1 by 1 ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കേണ്ട സമയമാണ്. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. വേറൊരാൾക്കും നല്ലൊരു ആരോഗ്യം നിങ്ങളിലേക്ക് ഇൻജെക്ട് ചെയ്ത് തരാനായിട്ട് പറ്റില്ല. അപ്പൊ ഇപ്പം ഈ തൈറോയിഡിനെ സംബന്ധിച്ചാണെങ്കിലും എല്ലാ ആളുകളും, തൈറോയിഡ് രോഗികൾ മാത്രമല്ല എല്ലാ ആളുകളും എന്താണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഫങ്ഷൻസ് ആണ്, അതിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് അതിന് ചികിത്സകൾ ലഭ്യമായിട്ടുള്ളത്, എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചിരിക്കേണ്ട അത്യാവശ്യം. ഇന്ന് ഒരുപാട് ആളുകളിലേക്ക് തൈറോയിഡ് വ്യാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. തൈറോയിഡ് പ്രശ്നങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ മറ്റൊരു ഗുണം കൂടിയുണ്ട്, നമ്മൾ ആരെയും പോയി കളിയാക്കില്ല. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും വേദനകളും എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ച് അവരോട് സമാനുഭാവം കാണിക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ റിലേഷൻ നല്ല സ്ട്രോങ് ആയിട്ട് പോവുകയും ചെയ്യും.